രണ്ടുപേരും ഇതുവരെ നടന്നു കഴിഞ്ഞില്ലേ? അതെ, എന്റെ ജോലി കഴിഞ്ഞു. ഇനി നമുക്ക് പോയാലോ പ്രണവേ? ഇത്ര പെട്ടെന്ന് ജോലി കഴിഞ്ഞ? പ്രിൻസിപ്പളായിട്ടുള്ള മീറ്റിംഗ് ഇത്ര വേഗം കഴിഞ്ഞ? മാഡത്തിന് എന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, പറഞ്ഞു. ഇനിയിപ്പോ എന്തിനാ ഇവിടെ വെറുതെ നിൽക്കുന്നത്? അല്ല, ചേച്ചിക്ക് എന്നോട് എന്തോ പറയാനുണ്ടായിരുന്നെന്ന് സാറ് പറഞ്ഞു. അങ്ങനെന്തോ വീട്ടിൽ വെച്ച് പറഞ്ഞായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഐശ്വര്യയോട് പറയാനുള്ളതെല്ലാം ഞാൻ പ്രിൻസിപ്പൽ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അല്ല, നിനക്ക് ഓഫീസിൽ പോയിട്ട് ഒരുപാട് ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? വാ, വന്ന് കാർ എടുക്ക്. എന്നാ പിന്നെ പോയേക്കല്ലേ? എങ്കിൽ പിന്നെ പോവാന്നല്ല, പോകാം. അതാ നല്ലത്. ശരിയാ, അതാ നല്ലത്. ഓട്ടെ, ശരിയാ. മൂളിക്കൊണ്ട് നിൽക്കാതെ വാ ഇങ്ങോട്ട്. വാടാ. നിനക്ക് അത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? സത്യം, ഒരുപാട് ഇഷ്ടമായി അടുത്ത്. ആരെ 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 ഇഷ്ടപ്പെട്ടു എന്നാ നീ പറഞ്ഞത്? അല്ല, ആരുടെ കാര്യം അടുത്ത് ചോദിച്ചേ? ഞാൻ ചോദിച്ചത് ഈ സ്കൂളും പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടോന്നാ. അതെ, അത് തന്നെ ഞാനും പറഞ്ഞേ. എത്ര നേരായിട്ട് ഞാൻ നിന്റെ പുറകെ നടന്ന് ചോദിക്കുന്നു, സ്കൂളിൽ പോയിട്ട് എന്താ ഉണ്ടായത്? അത് പറഞ്ഞോളെ. അതമ്മേ, പ്രണവന്റെ കൂടെ സ്കൂളിലേക്ക് വന്നായിരുന്നല്ലോ. അവിടെ കാറ് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞ് അവനും എന്റെ കൂടെ ഇറങ്ങി അകത്തേക്ക് വന്നേ. എന്നിട്ട് ഓഫീസിൽ പോണ്ടെന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ അവനെ ഒരു ഉരുണ്ടുകളി. മീറ്റിംഗ് ഒക്കെ അവൻ മാറ്റി വെച്ചു. പിന്നെ ഐശ്വര്യ അവനും തമ്മിൽ കാണണമെന്ന് എനിക്കും ഒരാഗ്രഹം ഉണ്ടല്ലോ. അതുകൊണ്ട് അവനെ കൂട്ടിക്കൊണ്ട് ഞാൻ നേരെ സ്കൂളിനകത്തേക്ക് പോയി. എന്നിട്ട് അവര് തമ്മിൽ കണ്ടോ? അത് പറ. പിന്നെ ഇത് ഞാനിന്ന് സ്കൂളിൽ എടുത്തോണ്ട് പോയ സാരിയാ. വെയിലത്തൊക്കെ ഇട്ട് വീർപ്പൊക്കെ മാറ്റിയിട്ട് മടക്കി വെച്ചാ മതിയേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഐശ്വര്യ അവിടെ ഉണ്ടായിരുന്ന മോളെ?